നമസ്കാരം. CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലെ കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ AV അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് വന്ന കേവലം ഒരു അക്ഷരപ്പിശക് മാത്രമല്ല ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്നത് തന്നെയായിരുന്നു ഈ വിഷയം വിവാദമാകാനുള്ള കാരണം. സ്ഥിരമായി ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കുകയും വാർത്ത നൽകുന്ന ഒരു സ്ഥാപനമായി ഈ ദേശാഭിമാനി മാറുന്നു എന്നതും ഇത്തരം വിവാദങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന ഒരു വിഷയമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജമായിട്ടുള്ള അനുസ്മരണ കുറിപ്പ് പടച്ചുവിട്ട് ദേശാഭിമാനി എയറിലാകുന്നത്. അതിന്റെ പേരിൽ കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ AV അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കവിയൂർ പൊന്നമ്മ മരിച്ചതിന്റെ പിറ്റേ ദിവസം പുറത്തിറക്കിയിട്ടുള്ള ദേശാഭിമാനി പത്രത്തിൽ മോഹൻലാലിന്റെ പേരിൽ അദ്ദേഹം നൽകിയത് എന്ന രീതിയിൽ അനിൽകുമാർ വ്യാജ അനുസ്മരണ കുറിപ്പ് എഴുതി പിടിപ്പിച്ചത് ഗുരുതരമായ മണ്ടത്തരവും കുറിപ്പുമായിരുന്നു അത് എന്നത് തന്നെ ഇത് വിവാദമായതോടെ ഇതോടെ ക്യാപ്സ്യൂൾ ഇറക്കി ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദേശാഭിമാനി എത്തി. മോഹൻലാലിന്റെ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചെന്ന് കുറിപ്പിൽ ചിത്രീകരിക്കുന്നത് വലിയ തെറ്റു തന്നെയാണ്. അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ മോഹൻലാൽ എന്ന പേരിലായിരുന്നു ആ ലേഖനം പ്രസിദ്ധീകരിച്ചത്. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന സിനിമയിലെ അമ്മയും വിട പറഞ്ഞു എന്ന് മോഹൻലാൽ പറഞ്ഞ രീതിയിലായിരുന്നു കുറിപ്പ് പങ്കുവച്ചിരുന്നത്. വിമർശനം ശക്തമായതോടെ പിറ്റേന്ന് തന്നെ പത്രം മാപ്പ് അപേക്ഷ മാത്രം പറയുകയും ചെയ്തു. എന്നാൽ ദേശാഭിമാനിക്ക് ഇത്തരത്തിലുള്ള പിഴവ് സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടല്ല എന്നത് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ച ഇടത് സർക്കാരിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയും മറ്റ് സഖാക്കന്മാരും മറ്റ് ഉന്നത നേതാക്കന്മാരും ഒക്കെ രംഗത്തെത്തി പറയുന്ന സാഹചര്യത്തിലാണ് ദേശാഭിമാനിയിലും വേവലാതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം വ്യാജ വാർത്തകൾ വരുന്നു എന്നത്, അതും പാർട്ടി പത്രത്തിൽ വരുന്നു എന്നത് ശ്രദ്ധേയമാകുന്നത്. മുൻപ് മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ജനതാദൾ നേതാവുമായിരുന്ന MP വീരേന്ദ്രകുമാർ ഇടതു മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദേശാഭിമാനിയിൽ ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്നൊരു പരമ്പര പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. CPMൽ വർഗീയത കത്തി നിന്ന കാലമായിരുന്നു അത്. VSനൊപ്പമായിരുന്നു മാതൃഭൂമി എന്നും ഈ പരമ്പരയിൽ പറഞ്ഞിരുന്നു. പരമ്പരയുടെ ഭാഗമായി 2007 ജൂലൈ 15 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ MP വീരേന്ദ്രകുമാർ തന്റെ സഹോദരി MP സുശീലാദേവിയുടെ ഭൂമി തട്ടിയെടുത്തെന്നും അവർ അർബുദബാധിതയായി മരിച്ചു എന്നുമൊക്കെയായിരുന്നു TK രമേശ് ബാബു എഴുതിയിട്ടുള്ള വാർത്ത. പിറ്റേന്ന് മാതൃഭൂമിയിൽ സുശീലാദേവിയുടെ വിശദമായ പ്രസ്താവന വരികയുണ്ടായി. രോഗബാധിതയായിരുന്നു എങ്കിൽ പോലും ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നതായിരുന്നു അവർ പറഞ്ഞത്. വീരേന്ദ്രകുമാറിന്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള പരിചരണവും അദ്ദേഹം ലഭ്യമാക്കിയിട്ടുള്ള വിദഗ്ധ ചികിത്സയുമാണ് താൻ ജീവനോടെ ഇരിക്കാൻ കാരണമെന്നും എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്റെ അച്ഛനും ജ്യേഷ്ഠനും എനിക്ക് തന്നിട്ടുണ്ടെന്നും ഞങ്ങളുടെ കുടുംബ ബന്ധം തകർക്കാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ അവർ ചോദിക്കുകയുണ്ടായി. അതായത് ദേശാഭിമാനി പടച്ചുവിടുന്ന വാർത്ത കേവലം ഒരു വാർത്ത എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ കള്ളം എന്ന് പറയുന്നതിൽ, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരെ അവർ മരിച്ചതായി കണക്കാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നത് അതിഗുരുതരം തന്നെയാണ്. ഇത്തരത്തിൽ തെറ്റുകൾ, അക്ഷര തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. അക്ഷര പിശകുകൾ വരുന്നതും അത് തിരുത്തുന്നതും അതിനെ ക്ഷമ ചോദിക്കുന്നതിനും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും കൃത്യമായി ഉറപ്പുവരുത്താതെ മരിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ദേശാഭിമാനിയുടെ സ്ഥിരം ശീലമായി മാറുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ പഴിക്കുമ്പോൾ സ്വന്തം പാർട്ടി പത്രത്തെ ആദ്യം നല്ല രീതിയിൽ നഴിച്ചതിന് ശേഷമായിരിക്കണം മറ്റ് മാധ്യമങ്ങളെ പഴിക്കേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ.